എന്നിട്ട് എന്ത് ചെയ്തു? മാത്രമല്ല അവരുടെ DD ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ CBSEയുടെ പുതുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളൊന്നും വേണ്ടല്ലോ, കേന്ദ്ര സർക്കാർ പറയുന്നത് DD വോയിസ് എൻ്റെ കിടപ്പുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് മേടിച്ചോളാൻ, ഇവിടുന്ന് NOC കൊടുത്തിട്ടില്ലേ CBSEയുടെ അൽഫിനേഷൻ പോകത്തുള്ളൂ. ഞാൻ പറയാം തരിയൽ എഴുതി തന്നേക്കാൻ പറഞ്ഞു, കോടതിയിൽ നിന്ന് മേടിച്ചോളാം. മനസ്സിലായില്ലേ? ഇത് തന്നെയല്ല കളമശ്ശേരി സംഭവിച്ചത്. കളമശ്ശേരിയിൽ ആ കന്യാശ്രമണം ഇടിച്ചു പറിച്ച് അവിടെ സ്ഥാപിച്ചു. ഇപ്പോൾ സ്റ്റിൽ ഇരിപ്പുണ്ട് അവിടെ. തീരുമാനമായില്ലേ? തീരുമാനം അത് കോടതിയിലെ കേസ് നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു പരിധിക്കപ്പുറം ഇടപെടാൻ പറ്റില്ല. അവർ ഇഞ്ചക്ഷൻ മേടിച്ച് വെച്ചേക്കാം. ഇപ്പോഴും ആ കന്യാസ്ത്രീ മഠത്തിലോട്ട് നടന്നു കയറാൻ മേലാത്ത രീതിയിൽ ഇടിച്ചു പറിച്ച് 3 കുടിലുകൾ സ്ഥാപിച്ച് STPയുടെ ഗുണ്ടകൾ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം അവിടെ ഉണ്ട്. ആരുമില്ല അതിന് വേണ്ടിയിട്ടൊന്ന് ശബ്ദിക്കാൻ. ഈ പറയുന്ന VD സതീശനും ഈ പറയുന്ന പിണറായി വിജയനും ക്രൈസ്തവ സ്നേഹം പറയുന്നവർക്ക് ആ കളമശ്ശേരിയിൽ ഒന്ന് ചെല്ലാമല്ലേ? ഈ BJPക്കകത്തുനിന്ന് പൂർണ്ണ പിന്തുണയുണ്ട് ഇത്തരം സമരങ്ങൾ. 100%. നമ്മൾ ഇടപെടുന്ന ഏത് വിഷയത്തിലും, അത് സാധാരണക്കാരനെയും മനുഷ്യരെയും ബാധിക്കുന്ന ഏത് വിഷയത്തിലും ഇടപെടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അത് പാർട്ടി എനിക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വേറെ ഏത് വിഷയമാണ് ഷോൺ BJP വന്നതിന് ശേഷം ഇടപെട്ടിട്ടുള്ളത്? ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും സഭയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇപ്പം താമരശ്ശേരിയിലെ വിഷയങ്ങൾ, താമരശ്ശേരിയിൽ ആ ഒരു 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 മീറ്റ് പ്രോസസ്സിങ് കമ്പനി കത്തിച്ചില്ലേ, അതെന്താ നടന്നേ? ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നത്? അത് നോക്കിയപ്പോൾ ജനകീയ പ്രക്ഷോഭമാണെന്നാണ് പറയുന്നത്. ജനകീയ പ്രക്ഷോഭങ്ങൾ കുറേ അവിടുത്തെ സാധാരണക്കാരെ മുമ്പിൽ നിർത്തിയേ മാത്രമേ ഉള്ളൂ. അതൊരു ജനകീയ പ്രക്ഷോഭമൊന്നുമല്ലായിരുന്നു, അതും STPയുടെ അക്രമമായിരുന്നു. STP അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇപ്പോഴും. പിന്നെ എന്നാ സംശയം? STP സ്ട്രോങ് ആണോ എന്നുള്ള സംശയം. അത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും STPയും ഈ രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഇത് ആസ് എ സിംഗിൾ ഇത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കാം. ഏറ്റവും ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ അടിമകൾ, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും രാഷ്ട്രീയ അടിമകൾ, അവരുടെ പ്രവർത്തകരല്ല, ഈ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഇന്നലെയും മിനിങ്ങാന്നുമായി നടന്ന ഗൾഫിലെ ആക്രമണം. ആ ഗൾഫിൽ അന്നം തരുന്നവനോട് കൂറ് വേണ്ടേ മലയാളിക്ക്? UAEയോടും സൗദിയോടും പോലും കൂറില്ല. UAEയോടും സൗദിയോടും പോലും മലയാളിക്ക് കൂറില്ല. അല്ലെങ്കിൽ ഈ CPMനോ കോൺഗ്രസിനോ കൂറില്ല, അവർക്ക് ഇറാനോടാണ് കൂറ്. അതെനിക്ക് മനസ്സിലായി. ഇറാനിൽ മലയാളി ആരിലുണ്ടോ? മലയാളിയില്ല. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവർക്ക് പ്രീണനമാണ് ലക്ഷ്യം, അല്ലാതെ മലയാളിയല്ല ഇവരുടെ ലക്ഷ്യം, മുസ്ലിം അല്ല ഇവർക്ക് ലക്ഷ്യം. ഇവർ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടുത്തെയുള്ള ജനങ്ങളുള്ള സ്നേഹം കൊണ്ടല്ല, അധികാരത്തിന് വേണ്ടിയാണ്.